വീട്ടമ്മയെ പള്ളിമേടയിൽ ബലാത്സംഗം ചെയ്തതിന് വികാരിക്കെതിരെ പോലീസ് എഫ്ഐആർ. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള വെള്ളിക്കുളങ്ങര അമ്പനോളി സെന്റ് ജോർജ് പള്ളി വികാരിയായിരുന്ന ഫാദർ ആഷിൽ കൈതാറിനെതിരെയാണ് എഫ്ഐആർ. കുമ്പസാര രഹസ്യം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു വികാരി വീട്ടമ്മയെ ഒന്നിലധികം തവണ ബലാത്സംഗത്തിനിരയാക്കിയത്. കൂടാതെ വീട്ടമ്മയുടെ നഗ്ന ഫോട്ടോകളും വീഡിയോകളും മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ജൂലൈ 15-ന് എഫ്ഐആർ ഇട്ടിട്ടും പ്രതിയെ പിടികൂടാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണ് എന്ന ആക്ഷേപവും ഉയർന്നു. കുമ്പസാര രഹസ്യം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അമ്പനോളി സെയിന്റ് ജോർജ് പള്ളി വികാരിയായിരുന്ന ഫാദർ ആഷിൽ കൈതാരൻ യുവതിയെ ആദ്യം ബലാത്സംഗത്തിന് ഇരയാക്കിയത്. മൊബൈൽ ഫോണിൽ പകർത്തിയ നഗ്ന ദൃശ്യങ്ങൾ വെച്ച് സമ്മർദ്ദത്തിലാക്കിയ ശേഷമായിരുന്നു തുടർ പീഡനങ്ങൾ. എറണാകുളത്തെ ഹോട്ടൽ മുറിയിലും ആലുവ മദ്രസപ്പടിയിലെ വാടക വീട്ടിൽ വെച്ചും യുവതിയെ ബലാത്സംഗം ചെയ്തു. 2024 സെപ്റ്റംബർ 1 മുതൽ 2025 ജൂലൈ 11 വരെയുള്ള കാലയളവിലായിരുന്നു കുറ്റകൃത്യങ്ങൾ നടന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 126(2), 127(3), 64, 64(2) M, 351(3), 75(1), 76 വകുപ്പുകളാണ് വൈദികനെതിരെ ചുമത്തിയിരിക്കുന്നത്. തൃശൂർ റൂറലിലെ വെള്ളിക്കുളങ്ങര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് 2 ആഴ്ച പിന്നിട്ടിട്ടും ഫാദർ ആഷിലിനെ പിടികൂടാനുള്ള ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല. ഇദ്ദേഹം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 8-ാം തീയതി കേസ് പരിഗണിക്കും. വൈദികനെ തൽക്കാലം ചുമതലകളിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം ആരോഗ്യപ്രശ്നങ്ങൾ മൂലം അവധിയിൽ പോയെന്നാണ് ഇരിങ്ങാലക്കുട അതിരൂപതയുടെ വിശദീകരണം. അതിനിടെ പരാതി പിൻവലിപ്പിക്കാൻ യുവതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതിന് വൻതുക വാഗ്ദാനം ചെയ്തതായാണ് അറിയുന്നത്. യുവതിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് കോടതി ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റാരോപിതനായ വൈദികൻ ഫാദർ ആഷിൽ കൈതാരന് അനവധി യുവതികളുമായി രഹസ്യബന്ധമുണ്ടെന്ന ആരോപണവും ഈ പശ്ചാത്തലത്തിൽ പ്രബലമാകുന്നു. അനിൽ നമ്പ്യാർ, ന്യൂസ് ഡെസ്ക്, ജനം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അൽനമ്പേർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. യെസ് അൽനമ്പേർ, കൂടുതൽ വിവരങ്ങൾ. അനു, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ വീട്ടമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആരോപണം എന്നല്ല, ഈ വീട്ടമ്മയെടുത്ത് ഇന്ന് ഞാൻ സംസാരിച്ചിരുന്നു. ആരോപണം എന്നല്ല, സംഭവം നടന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് പള്ളിമേടയിൽ വൈദികൻ വികാരി ഈ വീട്ടമ്മയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ബലാത്സംഗം ചെയ്തു എന്നതാണ്. ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ബലാത്സംഗം ചെയ്തത്, അതായത് കുമ്പസാര രഹസ്യം പുറത്തു പറയും എന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഈ പീഡനം നടന്നത്. പള്ളിമേടയിൽ മാത്രമല്ല, എറണാകുളത്തെ ഒരു ഹോട്ടലിലും അതുപോലെ ആലുവയിൽ മദ്രസപ്പടിയിലെ ഒരു വാടക വീട്ടിലും വെച്ച് ഇത്തരത്തിൽ പീഡനം തുടർന്നു എന്നുള്ളതാണ്. അതിനുശേഷം ജൂലൈ 17-ാം തീയതി, കഴിഞ്ഞ മാസം ജൂലൈ 17-ാം തീയതി ഈ യുവതി പരാതി കൊടുത്തു, പോലീസ് പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഈ പള്ളി വികാരി ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പള്ളി വികാരിയെ കൃത്യമായിട്ട് സഭ സംരക്ഷിക്കുകയാണ് എന്നൊരു ആക്ഷേപം കൂടി ഉണ്ട്. കാരണം 17-ാം തീയതി പോലീസ് എഫ്ഐആർ ഇട്ടിട്ടും ഇതുവരെയായിട്ടും ഇന്നേ വരെ അയാളെ പിടികൂടാനുള്ള ഒരു ശ്രമവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഈ പള്ളി വികാരി മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ വരുന്ന 8-ാം തീയതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ്. കുമ്പസാര രഹസ്യങ്ങൾ തുറന്നു പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. മാത്രമല്ല, ഈ നഗ്ന വീഡിയോയും അതുപോലെ നഗ്ന ഫോട്ടോയും എടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നു തുടർ ബലാത്സംഗങ്ങൾ നടന്നത് എന്നാണ് ഈ യുവതിയുടെ ആക്ഷേപം. കൃത്യമായിട്ട് ഈ വിഷയത്തിൽ സഭ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഈ ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഈ വികാരിയെ അവിടെ നിന്ന് മാറ്റി. മാത്രമല്ല, അവിടെ ഈ സഭയിലെ ഈ ഇടവകയിലെ അംഗങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം അനാരോഗ്യം കാരണം ഇദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അവധിയിൽ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരെയും അറിയിക്കാതെ പരമരഹസ്യമാക്കി
വെച്ചിരിക്കുകയായിരുന്നു. ഈ യുവതി തന്നെ മറ്റു ചില മാധ്യമങ്ങളെയും സമീപിച്ചിരുന്നു. പക്ഷേ ആ മാധ്യമങ്ങളൊന്നും ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. കാരണം അത്ര പ്രബലമാണ്. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലാണ് ഈ ദേവാലയം വരുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടൽ, ആ സ്വാധീനം ഒരുപക്ഷെ ഈ പോലീസിലും ചെലുത്തിയിട്ടുണ്ടാകും എന്നാണ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് തേച്ചു മാച്ച് കളയാനുള്ള ഒരു ശ്രമം ഉണ്ട്. മാത്രമല്ല ഈ യുവതിയിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കേസ് പിൻവലിക്കണം. യുവതിക്ക് വലിയൊരു തുകയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ യുവതിയുടെ രഹസ്യമൊഴി 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നാണ് ഈ യുവതി അറിയിച്ചത്. യുവതി ജനം ടി വിയോട് പ്രതികരിക്കാൻ തയ്യാറാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ എന്താണ് എന്ന് തുറന്നു പറയാൻ അവർ തയ്യാറാണ്. എന്തായാലും ഈ ഒരു കേസ് രഹസ്യമാക്കി വെച്ച് 8-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ വൈദികൻ ഉള്ളത്. മാത്രമല്ല വൈദികനെ സംരക്ഷിക്കുന്ന സഭയും ഉള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു വാർത്ത പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ജനം ടി വി അവതരിപ്പിക്കുന്നത്. അനു, തീർച്ചയായും മെൽബർ, ഈ ഒന്നുകൂടി ഈ സഭ സംരക്ഷണത്തിൽ തന്നെയാണ് വികാരി ഇപ്പോൾ ഒളിവിലുള്ളത് എന്ന് വ്യക്തമാവുകയാണല്ലേ. മാത്രമല്ല ഈ രാഷ്ട്രീയ ഇടപെടൽ സംശയിക്കേണ്ടതുണ്ടോ, പ്രത്യേകിച്ച് പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ? സാധാരണ ജൂലൈ 17-ാം തീയതി FIR രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചില അന്വേഷണം ഒക്കെ നടക്കേണ്ടതാണ്. മാത്രമല്ല പോലീസിന് കൃത്യമായിട്ട് അറിയാം എവിടെയാണ് ഈ പ്രതി ഉള്ളത് എന്ന്, വൈദികൻ എവിടെയാണ് ഉള്ളത് എന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും നടത്താതെ ഈ വൈദികന് മുൻകൂർ ജാമ്യം ലഭിക്കട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസിൻ്റെ പെരുമാറ്റം എന്നാണ് യുവതി പറയുന്നത്. കാരണം യുവതി പോലീസ് സ്റ്റേഷനിൽ നിരന്തരം വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കിട്ടിയോ. പക്ഷേ ഒളിവിലാണ് എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. മാത്രമല്ല ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആഗസ്റ്റ് 8-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ലഭിക്കാനുള്ള രീതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്യാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ലഭിക്കുന്നുണ്ട്. പോലീസിലെ ഉന്നതരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള സഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സഭ ഇതിൽ ഇടപെട്ടത് കൊണ്ടാണ് ഇതെല്ലാം രഹസ്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ സഭയുടെ പരിരക്ഷ, സംരക്ഷണം ഈ വൈദികന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് യുവതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. യുവതിക്ക് വലിയൊരു തുകയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പരാതി പിൻവലിച്ച് പോവുകയാണെങ്കിൽ വലിയൊരു തുക കൊടുക്കാമെന്ന് പറയുന്നു. മാത്രമല്ല മുൻകൂർ ജാമ്യം ലഭിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വൈദികനെ വിദേശത്തേക്ക് കടത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഈ ഇരിങ്ങാലക്കുട പരിസരത്തെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിൽ പെട്ട ഒരു വൈദികൻ കൂടിയാണ് ഇത്. അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും, എല്ലാ കോണുകളിൽ നിന്നും യുവതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഈ കേസ് പിൻവലിക്കാൻ. മാത്രമല്ല മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന ഒരു ഉറപ്പ് ഈ വൈദികൻ്റെ ഭാഗത്തു നിന്ന്, വൈദികനുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഈ മാസം 8-ാം തീയതി മുൻകൂർ ജാമ്യം ലഭിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം സഭ നേരത്തെ കന്യാസ്ത്രീകളുടെ വിഷയത്തിലൊക്കെ സ്വീകരിച്ച സമീപനം നമുക്കറിയാം. ഇവിടെയും ആ സഭയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതിയാണ്, ഒരു വീട്ടമ്മയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ പരാതിയിൽ യാതൊരു തീരുമാനവും എടുക്കാതെ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വൈദികനെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഈ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാനു. തീർച്ചയായും മറ്റു മാധ്യമങ്ങൾ മൂടിവെക്കുകയോ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്ത പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ജനം TV പുറത്തുവിടുന്നത്.